ചേക്കാണിയാകാൻ പോവാ അത്ര ആണിയാ ചെവി രണ്ട് പൊത്തി ചെയ്യാം ആ ചെവിക്ക് അത് കേൾക്കണ്ടാച്ചിട്ട് മുന്തി പോകരുത് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് എന്താണ് ചെറിയൊരു വ്ളോഗ് വിടാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാ രാവിലെ വെള്ളപ്പം പിന്നെ ഉള്ളിക്കൂട്ടാനൊക്കെ ആയിരുന്നു. പിന്നെ നല്ല മഴയിനു കേട്ടോ. ഇതാ നല്ല മഴയിനു. പിന്നെന്താ പറയുക, റിനുവാണ് കേട്ടോ വെള്ളപ്പം ചുടുന്നത്. ഞാൻ അനൂസിനും മിന്നൂസിനും ചുട്ട് കൊടുത്ത് മദ്രസക്ക് പറഞ്ഞയച്ചു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ തക്കാളിൻ്റെ ചമ്മന്തി ഉണ്ടായിരുന്നു, അത് കൂട്ടിയിട്ട് അനൂസ്മ കഴിച്ചു പോയിട്ടോ. പിന്നെ അതിന് ശേഷം റീനു ചായയും കടി ഉണ്ടാക്കുകയാണ്. പിന്നെ ചായയും പാൽ ചായയും തക്കാളിക്കറിയും, തക്കാളിയില്ല ഉള്ളി റോസ്റ്റ് പറയാം, അങ്ങനെ അതും വെള്ളപ്പം എന്ന് പറഞ്ഞാൽ കുറേ ആയിട്ട് വെള്ളപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. പുളിദോശയാണ് ഉണ്ടാക്കൽ, വെള്ളപ്പം ഉണ്ടാക്കാത്ത എന്തത് വെള്ളപ്പച്ചട്ടി ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ വെള്ളപ്പച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് ദോശച്ചട്ടി തന്നെ ചുടാൻ വിചാരിച്ചു. അങ്ങനെ ചുട്ടു കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്താ പറയുക, സോഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഉച്ചക്ക് വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. വീട് കാര്യങ്ങൾ റെഡിയാക്കാനും ശരിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുറ്റത്ത് കോഴിക്കോട് ശരിയാക്കാനും അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ എന്താ പറയുക, വൈകുന്നേരത്തോടു കൂടി പിന്നെ റീനു കൊക്കവടയും ചായ ഉണ്ടാക്കാൻ പറഞ്ഞ് അങ്ങനെ അവളത് ഉണ്ടാക്കുകയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറുമ്പോൾ ചായയും കടി ഉണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ അങ്ങനത്തേനൊക്കെ അവൾ ഉഷാറാണ് കേട്ടോ. അപ്പോൾ അവൾ തന്നെ വീഡിയോ ഒക്കെ എടുത്തിക്കണ്. കൊക്കവട നല്ല എരിവൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ പറഞ്ഞ് അങ്ങനെ അത് ഉണ്ടാക്കിയതാണ്. പിന്നെ ചായ ഉണ്ടായിരുന്നു. പിന്നെ അത് ഓരോ ഡാൻസും കളികളൊക്കെ അത് അവളോരോ കോമാളി തരാട്ടോ. ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ കണ്ടിട്ടുള്ളൂ. പിന്നെ നല്ല കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞോൾക്ക് കട്ടൻ ചായ വൈകിട്ട് ആണിഷ്ടം. അപ്പോൾ അങ്ങനെ അതും കൊക്കവട ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ കുളി കഴിഞ്ഞ് കയറിയപ്പോൾ തന്നെ മക്കൾക്ക് ചായ കൊടുത്തിക്കണം കേട്ടോ അവൾ. അപ്പോൾ അവരിതാ പിന്നെ ചായയും കുടിക്കുന്നുണ്ട്. ക്ലേ കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കി കളിക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം മക്കൾ നീന്താൻ പോകണം കുളത്തേക്ക് പറഞ്ഞിട്ട് അങ്ങനെ പാടത്തേക്ക് വന്നതാണ് കേട്ടോ. കുളത്തേക്കൊക്കെ കുട്ടികൾക്ക് നീന്തൊക്കെ പഠിപ്പിക്കാനൊക്കെ കൂടെ വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വ്യൂ അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇനി ഞായറാഴ്ച ആയിട്ട് രാവിലെ തന്നെ പോകണം കുളത്തേക്ക് കുട്ടികളേറ്റവും വിചാരിച്ചത്. പിന്നെ കോഴിമുറി ആർത്തങ്ങൊക്കെ പോകണം. അപ്പോൾ അതൊന്നും നടന്നില്ല കേട്ടോ. പണീൻ്റെ ഓരോ തിരക്ക് കാരണം കുറേ വൈകി കേട്ടോ അകത്തേക്ക് കയറാൻ. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴല്ലേ കുറേ പണി എടുക്കുള്ളൂ. ഇറങ്ങാൻ നമ്മൾ നിന്നാൽ പിന്നെ അങ്ങനെ കിടക്കും. പിന്നെ കുഞ്ഞോൻ പോകുമ്പോഴത്തേനും അതൊക്കെ ശരിയാക്കി തരും വേണം. പിന്നെ ഓട്ടോറിക്ഷ നിർത്താനുള്ള സീറ്റ് കെട്ടലും, പിന്നെ നമ്മൾ കറിവേപ്പിലയാണെങ്കിൽ കറിവേപ്പില തൈയൊക്കെ നല്ല ഉഷാറായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മളവിടെ അങ്ങനെ കൊണ്ടു വെച്ച് കഴിഞ്ഞല്ല. പിന്നെ വീട്ടിലത്തെ ഓരോ കാര്യങ്ങൾ കാരണം ശരിക്കും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മുറ്റത്തേക്ക് കുഴിച്ചിട്ട് ചാക്കുന്നെടുത്തിട്ട് പിന്നെ മക്കളിട്ട് കുളത്ത് പോയതാണ് കേട്ടോ. വൈകിട്ട് നമ്മൾ കുളത്തേക്കൊക്കെ പോയി അവരൊന്ന് നീന്താനും ചെയ്യാനൊക്കെ ആയിട്ട് പോയിട്ടോ. അങ്ങനെ കുറച്ച് ടൈം കുട്ടികളേറ്റവും അവിടെ അങ്ങനെ ഇരുന്ന് അവർക്കൊന്ന് ഹാപ്പി ആയിക്കോട്ടെ വെച്ചിട്ട് പിന്നെ നീന്തൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുക. പിന്നെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. കുളത്തിൽ കുളിക്കാനെല്ലൊക്കെ നീന്താൻ വന്നവരാണ് കേട്ടോ. നീന്തൊക്കെ പഠിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ അവിടുന്ന് നേരെ വന്ന് മഗ്‌രിബ് കൊടുത്തിക്കണം കേട്ടോ. വീട്ടിലെത്തി മക്കളൊക്കെ എഴുത്തും വായന നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തിയൊക്കെ തന്നെ കുഞ്ഞും പറഞ്ഞ് നമ്മൾ മന്തി ഓർഡർ ചെയ്യുക. അപ്പോൾ വേണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് ചെറുതായിട്ട് തന്നെ ഭക്ഷണം കഴിക്കാറുണ്ട് പുറത്ത് പോവാണ് കേട്ടോ. അപ്പോൾ ഇവരാരും അറിഞ്ഞിട്ടില്ല കേട്ടോ ഫുഡ് കഴിക്കാൻ പോവുകയാണ് എന്നുള്ളത്.
വേറെ സാധനങ്ങൾ വാങ്ങാൻ പോവാണ് വിചാരിച്ചിരിക്കണത് കേട്ടോ. അങ്ങനെ ഏതായാലും എല്ലാവരും കൂടെ പോവാണ്. അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റിസോർട്ടിൻ്റെ ചാരം നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സാധനം വേണ്ടിയിട്ട് വാങ്ങാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞാനും റിസോർട്ടിയാണ് ആദ്യം ഡ്രസ്സ് മാറ്റി പുറത്തിറങ്ങിയത്. അപ്പോൾ അനൂസും മിന്നൂസിനും കൊണ്ടുപോകണില്ലായിരുന്നു കേട്ടോ. അങ്ങനെ മക്കൾ മെസ്സിൻ്റെയും അവരൊക്കെ ഫോട്ടോ കണ്ടിട്ട് എന്തൊക്കെയോ പറയണം കേട്ടോ. ചെക്കൻ ആണി വാങ്ങാൻ പോകും. അത്ര ആണി ഒരാണി വാങ്ങി കൊടുത്താൽ ചെക്കന് ആണി വാങ്ങാൻ പോകും. നെയ്മറാണ് പോയത്. ഏത് ടീമാ? അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്ന് നോക്കുമ്പോൾ ചെവിക്കത് കേൾക്കണ്ട വെച്ചിട്ട് മുന്തി പോകരുത്. അങ്ങനെയൊക്കെ അത് ഓരോരുത്തർക്കും ഓരോത്. നെയ്മർ എങ്ങനെയുണ്ട്? മിന്നു കുഴിമന്തി ഉണ്ടാ വന്നിട്ട് സ്പെഷ്യലായി. പിന്നെ നെയ്മർ ഇങ്ങനെയാക്കും. മെസ്സിന്റെ ഫോട്ടോ കാണാം. മെസ്സി ഇവിടെ എവിടോ ഉണ്ടായിരുന്നു. ഇവിടെ എവിടോ ഉണ്ടായിരുന്നു. മെസ്സി ഇവിടെ എവിടോ ഉണ്ട് പറഞ്ഞു. അങ്ങനെ മക്കൾ ഇതാ ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ട് നെയ്മറിനെയും ഫുട്ബോളിനൊക്കെ പറ്റിയിട്ട് എന്തൊക്കെയോ പറയാനായിട്ടൊക്കെ ഒന്നും മനസ്സിലാവണില്ല കേട്ടോ. നെയ്മർ മെസ്സി ഇവരോടൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. വലുതായ വലിയ വീടുണ്ടാക്കുമോ? മാഷാ അല്ലാഹ് കഴിഞ്ഞുള്ള ഭാഗ്യം തരട്ടല്ലോ. റിസോർട്ടിൽ പിന്നെ ഏത് വലിയ വീട് കാണുമെന്ന് അറിയില്ല. ഞാൻ വലുതായിട്ട് വലിയ വീടൊക്കെ കിട്ടാൻ പറ്റില്ല. അപ്പം പറയാൻ കേട്ടോ മിന്നുട്ടിയാണെങ്കിൽ എനിക്ക് ഫുട്ബോളിൻ്റെ മെസ്സിൻ്റെ ചിത്രം വെച്ചിട്ട് സ്റ്റാറ്റസ് ഒക്കെ എല്ലാവരും വെച്ചിട്ടൊക്കെ അതെങ്ങനെ വെക്കല് എങ്ങനെ വെക്കല് പത്ത് മുട്ട പോയില്ല. അങ്ങനെ കുട്ടികളായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്ന് ഹോട്ടൽ ഏതെങ്കിലും തുറന്നിക്കണോ എന്നൊക്കെ ഇങ്ങനെ വെട്ടിച്ചിറ വരെ നമ്മൾ വന്നിക്കണം കേട്ടോ. അങ്ങനെ വെട്ടിച്ചിറ പറഞ്ഞപ്പോൾ ഹോട്ടൽ തുറന്നിക്കണം കേട്ടോ. പിന്നെ ഈ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോകുമ്പോഴാണ് മക്കളിട്ട് അത്യാവശ്യം സംസാരിക്കുക അങ്ങനെ ടൈം കിട്ടൽ കേട്ടോ. മിന്നുട്ടി പ്രത്യേകിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പല കാര്യങ്ങളും സംസാരിക്കും കേട്ടോ. അപ്പോൾ ഞാനും അതിങ്ങനെ ചോദിച്ചറിഞ്ഞിട്ടും അവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. സത്യത്തിൽ വീട്ടിലാകുമ്പോൾ ഓരോ പണീൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് പറയും. ഫുള്ളായിട്ട് കാര്യങ്ങളൊന്നും ചിലപ്പോൾ ചോദിക്കാനും പറയാനും ടൈം കിട്ടൂല കേട്ടോ. അപ്പോൾ കുട്ടികളിപ്പോൾ ഫുട്ബോളിൻ്റെ പിന്നാലെയാണ് കേട്ടോ. എനിക്ക് സ്റ്റാറ്റസ് അയച്ചു തരണം. അങ്ങനെ കുറേ സ്ഥലത്താണെങ്കിൽ അതിൻ്റെ ഫ്ലെക്സ് ബോർഡ് കാണുന്നുണ്ട് കേട്ടോ. ഈ അതിൻ്റെ മേലൊരു പേര
ഉണ്ട് അറിയാൻ പറ്റും. അങ്ങനെ അതിൽ നമ്മൾ സംസാരിക്കണമുണ്ട്, ഓരോ കഥകൾ പറയണമുണ്ട്. അതിൻ്റെ ഇടയിൽ ഹോട്ടലുകളൊക്കെ ഒരുപാട് ഹോട്ടലിൽ കടവാണ് കേട്ടോ. അവിടെ മാക്സി ഉണ്ട് ഉണ്ടാ അങ്ങനെ ഗേസ് നമ്മൾ വെട്ടിച്ചൊരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിറങ്ങാൻ പറയാണ്. കണ്ട ഹോട്ടലിലൊക്കെ പോയിട്ട് ഫുഡ് ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ ഇല്ലേനും, ആകെ പൊരിക്കടി ഉള്ളേനും. അങ്ങനെ ആ ഹോട്ടലിൽ കയറിയിട്ട് മിന്നുട്ടി പറഞ്ഞത് എനിക്ക് കേക്ക് മതി എന്നാണ് കേട്ടോ. ഞാൻ അത് കഴിച്ചിട്ടേ ഇല്ല എന്നൊക്കെ. ലാസ്റ്റ് ഏതായാലും ഫുഡൊക്കെ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഓനിക്കിതാ ഇതെന്ത് പറഞ്ഞ് ഫ്രൈഡ് റൈസ് ഇതെന്ത് പറഞ്ഞ് ഇതെന്താ പറഞ്ഞ് ഇത് ഇതിനെന്താ യോജിക്കാത്ത പറയുന്നേ. അത് ഞാനാ പറഞ്ഞിട്ടുണ്ട്. അൽഫാം മുക്കാണ്. സീറ്റിംഗൊക്കെ മാറിയാണല്ലേ എടുക്കുഞ്ഞോ എന്താ കല്യാണം ഉമ്മാന്റെ പോലണ്ട ബിരിയാണി ഇത് ബിരിയാണിയാണ്. ആ ചൂടുണ്ടായിക്കോട്ടെ, മെല്ലെ ഇഷ്ടാ മതി. ബിസ്മില്ല ബിസ്മില്ല ഒരു ബിസ്മില്ല. ഇപ്പിച്ചിട്ട് തരും. പിന്നെ അടഞ്ഞിട്ട് ചോറ് ആണ് ഫ്രൈഡ് റൈസ്. അടിപൊളിയല്ല? മന്തിരി അതേ ചോയല്ല, അതിൻ്റെ അരി അതാണ് വരാം. ഒന്നല്ല എനിക്ക് പൊറാട്ട ചെയ്യണം. അപ്പം നമ്മൾ റിസൾട്ട് ബിരിയാണി പറഞ്ഞിരുന്നിട്ട് പിന്നെ ഞാനെങ്ങനെയൊക്കെയോ പറഞ്ഞ് ഫ്രൈഡ് റൈസ് ഇത് തന്നെയാണ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ വിശ്വസിച്ചിട്ട് ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. സംഭവം നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം കേട്ടോ. ഇതെല്ലാം കിട്ടണം. ബിസ്മില്ല മുന്നോ എടുത്തിട്ട് ബിസ്മില്ല തിന്നു എടുത്തിട്ട് റഹ്മാൻ പറഞ്ഞാ അറിയണ ബിസ്മില്ല നല്ല കുഞ്ഞാ വയ്ക്കണ നല്ല കുട്ടി വയ്ക്കണ ആയിട്ടിയാ ബിസ്മില്ല ഞാൻ നിന്നിട്ട് വരണ്ട. തിന്നോ
അമ്മ പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ നല്ല മുണുങ്ങിക്കോളി. എടുത്തേക്കിരിക്ക്, ഒരു വറ്റ് കളയാൻ പാടില്ല. മയോണൈസ് ഇടാ. ഇതിക്കിടാ ഉള്ളി. ഇതിപ്പോ കോയിനറുത്ത പോലായി. ഒരു പൊറാട്ട എല്ലാവരും പിച്ച് കൊണ്ടുപോവാ. എന്താ ഓൻ്റെ ഒന്നും കൂടി പറഞ്ഞ ഒന്ന് കേക്കട്ടെ. കേട്ടൂല. എന്താ ഇന്നൂല എടുത്താൽ മതി. ഇന്നൂല ഭക്ഷണം തൊള്ളേ പോണതിന് മുമ്പ് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. എക്സ്പ്രഷൻ കണ്ടിട്ട് ടേസ്റ്റാണ്. തിന്നുമ്പോൾ അതിനേക്കാൾ വലിയ ടേസ്റ്റാണ്. എന്താ തിന്നാലും മുഖത്തിനൊക്കെ ഭാവം ആൾക്കാർ പറഞ്ഞ കേൾക്കാൻ വെച്ചാൽ അങ്ങനെയൊക്കെ വരുണ്ടാ. അല്ല അമ്മായി, എല്ലാവരും കൂടി തിന്നുമ്പോൾ എല്ലാവർക്കും കഴിഞ്ഞിട്ട് ഒന്നിച്ചല്ലേ കൈ വയ്ക്കുക അല്ലേ? അങ്ങനെയല്ല. ഇത് ഇല്ല ഫുള്ള്. തിന്ന് കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കാനുള്ള വയറും കൂടി ഉണ്ടെങ്കിൽ ആ വെള്ളം കുടിച്ചാണ്ടല്ലോ എന്തൊരു ആശ്വാസം അറിയാം. അതിന് മടി വെള്ളം ഫുള്ളാക്കിയിരിച്ചിട്ട് വെള്ളം കുടിച്ച സ്ഥലമില്ലെങ്കിൽ പക്ഷെ ഇങ്ങനെയല്ല. ഇങ്ങനെ അതാ ഞാൻ ഇനി നിങ്ങളെ മറ്റവർക്ക് 2 പൊറാട്ട വിചാരിച്ചിട്ട് ഇവർക്ക് തരിട്ടുണ്ടോ? കാരണം ഓർക്ക് ചോറ് കിട്ടണം. ഓക്ക് തരിട്ടുണ്ടോ? ഓട് സാധാരണ ഓള് അത്ര സിമ്പിൾ. പിന്നെ ആരോടാ അതൊക്കെ ഈ കടയിലൊക്കെ തീറ്റ ചോറ് വേണ്ട. ചോറിന് ഞാൻ പറഞ്ഞിട്ട് എന്നെ ഒപ്പിച്ചാണ്. അതെന്താ നോക്കി ഫ്രൈഡ് റൈസ് നമുക്കൊരു പൊറാട്ട അത് തരൂല. ഒരു സാധനം കൊടുക്കരുത്. അല്ല കൂടുതലാ.
പൂത്തിരി ആ പൊടിക്കള്ളാണ് പോയിട്ട് ഐസ് പൂത്തിരിയാണ്. പൂത്തിരി പൂത്തിരി ആ അതാ പൂത്തിരി ഇതാ ഗോൾഡൻ ബൂസ് അത് കിട്ടിയില്ല അത് മടിയ ഞാനതട്ടെ ഫസ്റ്റ് ഉമ്മച്ചിക്ക് നയിക്ക് എത്താടിച്ചിങ്ങനെ ഇജത്താടി ഇങ്ങനെ ബാഡ് ഞാൻ വിചാരിച്ചത് ടേസ്റ്റ് ചെയ്യല്ലാം. അടിപൊളി ടേസ്റ്റ് ഇവിടുത്തെ അതാണ് ഒഴിവാക്കണം പിന്നെ കുറച്ചൊക്കെ വില കുറച്ച് കൊടുക്കണം. അപ്പൊ നമ്മള് ആ റിമോട്ട് അടിച്ചാൽ മതി, എന്നെ തുറക്കും. അനിയാ ആ റിമോട്ട് അവിടെ ചളി വീകല്ലേ. അപ്പൊ എന്റെ സിപ്പ തിന്നിട്ട് ഓന്റെ സിപ്പോടാ കൊയിഞ്ഞാടി പോയാ അച്ചോടോ. എന്റെ സിപ്പ കൊയിഞ്ഞാടിക്കണ്. ചൂടാണ് സിപ്പപ്പ്. ചെക്കൻ തിന്നിട്ടില്ലല്ലടാ കള്ള. ഇജ്ജ് തിന്നിട്ടില്ലല്ലടാ കള്ള. ആടാ കള്ള. എന്താകാതെ ചെരുപ്പോടെ വെച്ചിട്ടാ അത് കൊണ്ടല്ല അരച്ചാളാ. ആ